ഹായ് ഫ്രണ്ട്സ്, ചൂരിദാർ നല്ല ബോഡി ഷേപ്പോട് കൂടി കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുണിയെ കണ്ടോ, ഈ ഒരു തുണി നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം ഡിസൈനുള്ള ഒരു തുണിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയെ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള രീതിയിൽ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കരവശത്ത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുമോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതുപോലെ ആവശ്യത്തിനുള്ള വീതിയിൽ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്, നമ്മുടെ കരവശം വരുന്ന രീതിയിൽ. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ നമുക്ക് എത്രയാണോ നമ്മുടെ വീതി ആവശ്യം അതിനനുസരിച്ച് നമ്മൾ നീളത്തിൽ ഇതുപോലെ മടക്കി അതിനെ നമ്മൾ വീണ്ടും ഇതുപോലെ നമ്മൾ രണ്ട് കട്ടിങ് വശം കണ്ടോ ഇതുപോലെ ഒരേ വീതിയിൽ നീളത്തിൽ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ പിടിച്ച് നമ്മൾ കണ്ടോ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ നീളത്തിൽ നമ്മുടെ തുണിയുടെ മുഴുവൻ നീളത്തിലും നമ്മൾ മടക്കിയെടുത്ത് അതിനെ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. നമ്മൾ മടക്കി വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാകുക. കണ്ടോ, ഈ ഒരു ഭാഗം ഇതുപോലെയും ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കണ്ടോ നമ്മൾ ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗമാണിത്. ഇതുപോലെ ഇനി നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ താവിൽ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ലെങ്ത്ത് 41.5 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്. അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി നമ്മൾ 42 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു അരയിഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു അരയിഞ്ച് മാർക്ക് ചെയ്തത്. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആ താവ് മടക്കിയടിക്കുവാൻ വിട്ടിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നാണ് നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 7.25 ഇഞ്ചാണ്. 7.25 ഇഞ്ചിൽ നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു. 7.25 കണ്ടോ 7.25 ഇഞ്ചിൽ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കഴുത്തിറക്കം നമുക്ക് ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ഇവിടെ കറക്റ്റ് 6 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ വേണം. ഇവിടെയാണ് നമ്മുടെ കഴുത്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്, ഈ ഒരു അളവിലാണ്. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 14.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. സ്ലിറ്റ് ഓപ്പണിന് വേണ്ടി നമ്മൾ 21 ഇഞ്ചിലും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക. കേട്ടോ, ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്നെടുത്ത അളവാണ്. ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42ൻ്റെ 4/1 10.5 ഇഞ്ച് പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി കൊടുക്കുക. ഇനി നമ്മുടെ ഇടുപ്പളവ് 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 37 കിട്ടും. 37ൻ്റെ 4/1 9.25. ഈ ഒരു 9.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി കൊടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം ഹിപ്പ് വരുന്ന നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്തോട് നമ്മുടെ അളവ് 38 ഇഞ്ചാണ്. അതിലൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42ൻ്റെ 4/1 10.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ 11.5 ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് ഇവിടെ തുന്നത്തുണി കൊടുക്കുന്നു. കേട്ടോ, നമ്മുടെ ചെസ്റ്റ് ഭാഗത്തൊക്കെ ഇടുപ്പ് ഭാഗത്ത് നമ്മൾ 1.25 ഇഞ്ചാണ് നമ്മുടെ എക്സ്ട്രാ തുന്നത്തുണി കൊടുത്തത്. എന്നാൽ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് തുന്നത്തുണി എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ബോഡി ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് അല്പം റൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാറ്. ഇതുപോലെ നല്ല ഷേപ്പോട് കൂടി ഇവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെയുള്ള ആ ഒരു കോണ് ഒന്ന് മാറി കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ റഗാള് ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് അല്പം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ അല്പം
ഷേപ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒറ്റ കട്ടിങ്ങിൽ നമ്മൾ ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ ശ്രദ്ധിക്കണം. ഒരു വശത്തേക്ക് മാത്രമുള്ള ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് പീസും ഒരേ ഒപ്പരം കൂടെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മുടെ ഡിസൈന് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് പീസും ഒപ്പരം കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇവിടെയും ഒക്കെ മാർക്കിംഗ് കൊടുക്കുന്നു. കഴുത്തിനും ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് നെക്ക് കണ്ടോ, ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ 3 പോയിന്റുമാണ് നമ്മുടെ വൈഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് 4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ കണ്ടോ, ഈ ഒരളവിലാണ് നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാണ് ബാക്ക് പീസ്. അപ്പോൾ ബാക്ക് പീസിനെ ഉള്ളിലേക്ക് മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനെ ഇതുപോലെ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കേട്ടോ, ഫ്രണ്ട് പീസിൽ നിന്നാണ്, ബാക്ക് പീസിൽ നിന്നല്ല, ശ്രദ്ധിക്കണം. ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലൊരു പീസ് കേട്ടോ, ഇവിടെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്യുന്ന പോകുന്ന രീതിയിൽ ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലീവിനെ തുണിയെ കണ്ടോ, നമ്മൾ 2 സ്ലീവ് കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കരവശം നമ്മുടെ കൈയുടെ താവിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവ് വശത്ത് നമുക്കൊന്ന് മടക്കി തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ആ ഒരു കരവശത്തിൽ നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 17.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗം നമുക്കൊരു 3.25 ഒരു പോയിന്റുമാണ് വരിക. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ കൈയുടെ ലൂസ്, നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസ്, ഇവിടെ നിന്ന് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസ് ഇവിടെ നിന്ന് നമ്മൾ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്തിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 11 ഇഞ്ചാണ്. ഇപ്പോൾ നേർപകുതി 5.5 പ്ലസ് ഒരു 1.25 ഇഞ്ച് ഇവിടെയും എക്സ്ട്രാ തുന്നത്തുണി കൊടുത്ത് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ തോൾ വസ്തു കൈയുടെ മാർക്കിംഗ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് കണ്ടോ, നമ്മൾ ഈ ഒരു കൈയുടെ ഷേപ്പ് കൊടുത്തത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഈ റഗാളും ഒക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൽ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഇവിടെ തുന്നത്തുണി ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇതാണ് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ ആ ഒരു 1/2 ഇഞ്ചിനെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മൾ റഗാളിനെ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും കൈയുടെ മാർക്കിങ്ങും കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. തോൾ ഭാഗത്ത് ഇതുപോലെ കണ്ടോ ഇവിടെ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ആ ഒരു മാർക്കിങ്ങിൽ. അപ്പോൾ നമ്മുടെ അളവ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്നും ഒരു 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കണ്ടോ ഇവിടെ വരെ നമ്മളതൊരു ഫ്രണ്ട് പീസിൽ നിന്ന് കൈയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ്. ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ ഒന്ന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ സ്ലീവിൻ്റെ താവ് വശത്ത് വരുന്ന ബോർഡർ നമ്മുടെ ടോപ്പിൻ്റെ താവ് വശത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന്
ബാക്കി വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലോ, ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് താവിൽ നമ്മുടെ ബോട്ടം ഭാഗത്ത് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.